ഹായ് ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൺകൂജിക്ക് പെയിൻ്റൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുറച്ച് ക്രിയേറ്റിവിറ്റി പ്രകടിപ്പിച്ചതാണ്. ഇതിപ്പോൾ അത്യാവശ്യം അഴുക്കും പായലൊക്കെ പിടിച്ചാകെ മോശമായി. അപ്പോൾ ഞാൻ അതേ ഒരു ചകിരിയൊക്കെ എടുത്ത് നല്ലപോലെ ഇത് തേച്ച് കഴുകുന്നുണ്ട്. കൂജി ഇപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പണ്ട് വെള്ളം എടുത്ത് വെച്ചിരുന്ന കൂജിയാണ്. ഫ്രിഡ്ജൊക്കെ ഇല്ലാതിരുന്ന ടൈമിൽ ഇതായിരുന്നു നല്ല തണുത്ത വെള്ളം കിട്ടാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പെയിൻറ്റ് ചെയ്തതൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ബേസ് കോട്ടായിട്ട് വൈറ്റ് പെയിൻറ്റിൽ കുറച്ച് വെള്ളം ചേർത്ത് ചുറ്റൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൂജ പെയിൻ്റ് അടിക്കാൻ എൻ്റെ കൂടെ ഒരാൾ കൂടി കൂടിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് പെയിൻ്റ് അടിക്കാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. എന്താവും എന്ന് കണ്ടറിയാം. അപ്പോൾ പെയിൻ്റൊക്കെ ഓൾമോസ്റ്റ് കവർ ചെയ്ത് ഫിനിഷ് ചെയ്യാറായപ്പോൾ ഒരാൾക്ക് ഇനി അതിലുള്ള പെയിൻറ്റ് ഫുള്ളൊന്നും എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യണം. സോ കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ഇതിന്ന് ഉണക്കാനായിട്ട് വെച്ചിട്ട് നാളെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഏകദേശം ഇങ്ങനെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം ആയപ്പോഴേക്കും നല്ലപോലെ ഉണങ്ങി വൈറ്റ് കളറൊക്കെ കുറച്ചുകൂടി നല്ല എന്താ പറയുക ഒന്നുകൂടി ബ്രൈറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ഭാഗത്ത് റെഡ് കളറിലെ പെയിൻ്റ് അടിച്ച് കൊടുക്കാം. വൈറ്റിൽ റെഡ് കളറ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ എൻ്റെ മിക്ക പോട്ട് പെയിൻറ്റിങ്സിലും ഇതേപോലെ തന്നെ റെഡ് പെയിൻ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് റെഡ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ കാണുന്ന പോലത്തെ ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാറ്റേൺ തന്നെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ കംപ്ലീറ്റ് വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ചെറിയ ചെറിയ ബ്ലാക്ക് ഡോട്ട്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സിമ്പിൾ ഡിസൈന് ശേഷം അടുത്തതായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു റോസാപ്പൂവാണ് വരയ്ക്കുന്നത്. ഇത് ഞാൻ എപ്പോഴും വരയ്ക്കാറുള്ള എൻ്റെ ഫേവറേറ്റ് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ ഇത് വരയ്ക്കാനൊന്നുമില്ല, ആദ്യം തന്നെ ജസ്റ്റ് ഒന്നൊരു സർക്കിൾ ഷേപ്പിലൊരു ഡിസൈൻ വരയ്ക്കുക. പിന്നെ അതിന് ഓവർലാപ്പ് ചെയ്ത് ഇതളുകൾ വരയ്ക്കുക. പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഓവർലാപ്പ് ചെയ്ത് വരച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ റോസാപ്പൂവാവും. അപ്പോൾ ഉള്ളിൽ കുറച്ചൊന്ന് പ്ലെയിനായിട്ട് തോന്നിയത് കൊണ്ട് ഞാനിങ്ങനെ ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഇടയിലുള്ള സ്പേസൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഗ്രീൻ കളർ കൊണ്ട് നിറയെ ലീഫാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനിടയിലൂടെ എന്നെ സഹായിക്കാനായിട്ട് വീണ്ടും ഒരാളിവിടെ എത്തിയിട്ടുണ്ട്. അതുണ്ട്, അത് ഫുൾ അടിച്ചു തീർക്കണം. ആ പെയിന്റിന്റെ പാട്ടേന്ന് അത് തീരണം. എവിടെ പോണ്? മതിയായ തൊടരുത്. അതിമ്മ പൂ വരച്ചൊരു വീടൊക്കെ വരച്ചേ. തൊടൂല. ഇതിന് ശേഷം ഞാൻ ചെറിയൊരു റെഡും ഗ്രീൻ കളറും കൊണ്ട് ബോർഡറൊക്കെ വരച്ച് ഒരു ഗോൾഡൻ കളറിലെ ഡിസൈൻ കൊണ്ട് ഇതേപോലെ ഒരു ഡിസൈനും വരച്ച് പിന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡാർക്ക് ബ്ലൂ കളറിലെ ഫ്ലവറും കുറച്ച് വള്ളിപ്പടർപ്പുകളൊക്കെ കൂടി വരച്ചിട്ട് പെയിൻറ്റിങ് ഫിനിഷ് ചെയ്തു. ടോപ്പ് സൈഡ് ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിലും ബോട്ടം സൈഡ് അത്ര കണ്ടും കൂടെ ഓക്കെ ആയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.